ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ്. വെരി സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഗീ റൈസ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഗീ ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് ഓൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സവാള സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവാള ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് അതിൽ വെള്ളം ഒഴിച്ചു. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിടണം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇടണം, എന്നാലേ നമുക്ക് റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് കിട്ടുള്ളൂ. അടുത്തതായിട്ട് കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിൽ അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് നമ്മൾ ഇളക്കണം. ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കണം. അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 15 മിനിറ്റ് എടുത്തിട്ടാണ് ചോറ് വെന്തിട്ടുള്ളത്. ഇനി ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു സവാള സ്ലൈസ് ചെയ്തിട്ട് അത് നമ്മളിതുപോലെ വറുത്ത് കോരിയെടുക്കണം. സവാള കുറച്ചൊന്ന് മൂപ്പ് കൂടിയിട്ടുണ്ട്. എൻ്റെ മോന് കരഞ്ഞപ്പോൾ ഞാൻ അവനെ നോക്കാൻ പോയതാണ്. അപ്പോൾ കുറച്ചൊന്ന് മുരിച്ചിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും മുരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. ഇനി ചോറിൻ്റെ മുകളിൽ ഇത് വിതറി കൊടുക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബിഗിനേഴ്സിന് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.